റഷ്യയുടെ പാൻസീർ എയർ ഡിഫൻസ് സിസ്റ്റം ഇനി ഇന്ത്യ നിർമ്മിക്കും. പാൻസീർ വ്യോമ പ്രതിരോധ മിസൈൽ ഗൺ സംവിധാനത്തിൽ സഹകരിക്കുന്നതിന് ഇന്ത്യയും റഷ്യയും അടുത്തിടെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അതിൻ്റെ പ്രധാന വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം പാൻസീർ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഈ ഒരു സഹകരണം ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ആകാശ ഭീഷണിക്കെതിരായിട്ടും ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മിലിറ്ററി ബേസുകൾ, നേവൽ ഷിപ്പുകൾ, ആർമമെന്റ് ഡിപ്പോകൾ, എയർപോർട്ടുകൾ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, ബോർഡർ ഏരിയാസ്, അങ്ങനെ നമ്മുടെ എല്ലാ ഹൈ വാല്യൂ അസറ്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലും പാൻസീർ S-1 വ്യോമ പ്രതിരോധ സംവിധാനം അവരുപയോഗിക്കുന്നുണ്ട്. ഇതിൽ സർഫസ് ടു എയർ മിസൈലുകളും 30mm ഓട്ടോമാറ്റിക് പീരങ്കികളും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു മൾട്ടി ലെയർഡ് സംരക്ഷണം നൽകുന്ന ഒരു സിസ്റ്റമാണത്. ന്യായമായിട്ടും ഒരു ചോദ്യം വരും, നമ്മുടെ കയ്യിൽ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇനി പാൻസീർ കൂടിയിട്ട്? ആദ്യമായിട്ട് പറയട്ടെ, നമ്മൾ ആകെ 5 S-400 സിസ്റ്റം മാത്രമാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അതിൽ 3 ഡെലിവറി കിട്ടിയിട്ടുള്ളൂ, ഇനി 2 കിട്ടാനുണ്ട്. എന്ന് മാത്രമല്ല, S-400 സിസ്റ്റവും ആകാശ് മിസൈൽ സിസ്റ്റവും ഒക്കെ താരതമ്യേന ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അതുകൂടാതെ S-400ഉം ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ മീഡിയം റേഞ്ചും ലോങ് റേഞ്ചും മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു വ്യത്യാസം കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇസ്രായേലിനുള്ളത് ത്രിതല വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അവരുടെ ഷോർട്ട് റേഞ്ച് മിസൈൽ ഡിഫൻസിന് വേണ്ടിയിട്ട് അയൺ ഡോം ഉണ്ട്, മീഡിയം റേഞ്ച് മിസൈൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ലോങ് റേഞ്ച് മിസൈൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ആരോ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ S-400ഉം പാൻസീറും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത് നമുക്ക് ഷോർട്ട് റേഞ്ചിലും മീഡിയം റേഞ്ചിലും ലോങ് റേഞ്ചിലും നമുക്ക് വളരെ നല്ല പരിരക്ഷ നൽകാൻ സഹായിക്കും. എന്ന് മാത്രമല്ല, ഈ സിസ്റ്റം താരതമ്യേന ചെറുതാണ്, ഇതിന് വിലയും തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ധാരാളമായ എണ്ണത്തിൽ ഇതിനെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഇനി പാൻസീറിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പറയട്ടെ, ആധുനിക യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അപാരമായ കഴിവ് പാൻസീറിനുണ്ട്. മുമ്പ് ഇതിൽ 12 മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം റഷ്യ ഇതിൽ നടത്തിയ അപ്ഗ്രഡേഷൻ പ്രകാരം 48 മിനി മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡ്രോണിനെതിരെ വേണ്ടി മാത്രം. അതുപോലെ തന്നെ യുക്രൈനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമായിട്ടുള്ള ഹൈമാർസിനെതിരെ ഇത് 100% ഫലപ്രദമാണ് എന്നും പറയപ്പെടുന്നു. മറ്റൊരു അപ്ഗ്രേഡേഷൻ ആയിരുന്നു ഇതിന്റെ ദൂരത്തിന്റെ കാര്യത്തിൽ. അത് 40 കിലോമീറ്ററിൽ നിന്നും ഈ വർഷം 75 കിലോമീറ്ററായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഭൂതലത്തിൽ നിന്നും വെറും 5 മീറ്റർ ഉയരത്തിൽ വരുന്ന ലക്ഷ്യങ്ങളെ പോലും ഇതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണു വരുന്ന ഡ്രോണുകൾക്കെതിരെയും ഇത് അങ്ങേയറ്റം ഫലപ്രദമാണ്. അതിൻ്റെ കൂടെ തന്നെ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വ്യോമാക്രമണം ആയാലും അതിലെല്ലാം നിന്നും സംരക്ഷണം നൽകുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ നൂതനമായ റഡാർ സിസ്റ്റം, ടാർഗറ്റ് അക്വിസിഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാറുകൾ, മിസൈൽ ലോഞ്ചറുകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കഴിവുകളിലേക്കും കൂടെ നമുക്കൊന്ന് കടന്നുചെല്ല. ആദ്യമായിട്ട് പറയട്ടെ, ഒരേ സമയത്ത് ഒന്നിലധികം ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഇതിന് കഴിയും. എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് പോലും ഇത് വളരെ ഫലപ്രദമാണ്. ഇതൊന്നും കൂടാതെ പാൻസീറിന് വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ് ആയിട്ടുള്ള ഭീഷണികൾക്കെതിരെ ഉടനടി സംരക്ഷണം നൽകാനായിട്ടും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വിന്യസിക്കാനും ഈ സിസ്റ്റം വളരെ മൊബൈലാണ്. എന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ ഇവിടെ നിർമ്മിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് വളരെ നന്നായിട്ട് സംയോജിപ്പിക്കാൻ സാധിക്കും. പാൻസീർ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ S-400ന്റെ ബ്ലൈൻഡ് സ്പോട്ടിനെ അടച്ച് അതിന്റെ കേപ്പബിലിറ്റി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. കാരണം S-400 മീഡിയം ആൻഡ് ലോങ് റേഞ്ച് ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യുന്നതിൽ വളരെ ഫലപ്രദമാണെങ്കിൽ പാൻസീർ സംവിധാനം ഒരു ക്ലോസ് റേഞ്ച് എയർ ഡിഫൻസ് കഴിവാണ് നൽകുന്നത്. അതിന് വളരെ കുറഞ്ഞ ദൂരത്തിൽ വളരെ ഫലപ്രദമായിട്ട് ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ മറ്റുള്ള പ്രധാനപ്പെട്ട സവിശേഷതകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇതിൽ നൂതനമായിട്ടുള്ള ഒരു S-ബാൻഡ് സോളിഡ് സ്റ്റേറ്റ് ട്രാക്കിംഗ് റഡാർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് 360 ഡിഗ്രി കവറേജ് ഉള്ള ഒരു റഡാർ സിസ്റ്റമാണ്. രണ്ടാമതായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റംസ്, അതിലൊന്ന് ഇൻഫ്രാറെഡ് സെൻസറുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ മോശം കാലാവസ്ഥയിലും വളരെ മോശം വിസിബിലിറ്റിയുള്ള അവസരത്തിൽ പോലും ഇതിന് ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ലേസർ റേഞ്ച് ഫൈൻഡർ ആണ്.
കൃത്യമായ ടാർഗറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ദൂരം അടങ്ങുന്ന റീഡിങ്ങുകൾ ഈ ലേസർ റേഞ്ച് ഫൈൻഡർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉള്ളത് തെർമൽ ഇമേജിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ മിഡ് ഇൻഫ്രാറെഡ് ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ഈ തെർമൽ ഇമേജറിന് 20 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഇതിന്റെ മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റിയാണ്. ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും അതിനെ എൻഗേജ് ചെയ്യാനും ഇതിന് സാധിക്കും. പിന്നെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ സാഹചര്യം, ഒരുപക്ഷെ നമ്മുടെ റഡാറുകളെ ജാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഫലപ്രദമായ ഒരു ടാർഗറ്റ് ഡിറ്റക്ഷനും എൻഗേജ്മെന്റും ഉറപ്പാക്കാനുള്ള റഡാറും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങളും ഇതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിന് 360 ഡിഗ്രി കവറേജ് ഉള്ളത് കൊണ്ട് ഏത് ദിശയിൽ നിന്നും ആക്രമണം ഉണ്ടായാലും അതിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ ഈ പാൻസീർ മിസൈൽ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ഇന്ത്യ കൈകോർക്കുമ്പോൾ ഇന്ത്യക്കുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്, ഇത് ധാരാളം എണ്ണത്തിൽ നിർമ്മിച്ച് നമുക്കിവിടെ വിന്യസിക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഇത് വിവിധ ഭൂപ്രദേശങ്ങളിൽ വിന്യസിക്കാൻ കഴിയും. ഇതിനെല്ലാം പുറമെ ഇത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ വരുന്നു. ഇറക്കുമതി ചെയ്ത ആയുധങ്ങളെ ആശ്രയിക്കുന്നത് ഇനിയും കുറച്ചുകൊണ്ട് പാൻസീർ സിസ്റ്റം നിർമ്മിക്കാനും പരിപാലിക്കാനുമുള്ള തദ്ദേശീയമായ കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാൻസീർ മിസൈൽ പ്രതിരോധ സംവിധാനം വൈവിധ്യമാർന്ന ആകാശ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന കരുത്തുറ്റതും സംയോജിതവുമായ ഒരു വ്യോമ പ്രതിരോധ ശൃംഖല നമുക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വളരെ ശക്തമായ ഒരു സംരക്ഷണം നൽകാനായിട്ട് ഈ സിസ്റ്റത്തിലൂടെ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ എൻ്റെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.